ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാൻ ദൈവം പ്രവാചകനെ രാജകൊട്ടാരത്തിലേക്ക് അയക്കും. അതുകൊണ്ട് മുന്നറിയിപ്പില്ലാതെ കൊട്ടാരത്തിൽ പ്രവേശിക്കുവാൻ അധികാരമുള്ള ഒരാള് പ്രവാചകൻ മാത്രമാണ്. The only person who could enter into the king's place or the palace is a prophet, because when he receives a revelation from God, he could go in there. യെശയ്യാവിനെ മശിനീക പ്രവാചകൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രാജകീയ പ്രവാചകനെന്നും യെശയ്യാവിനെ കുറിച്ച് പറയുന്നുണ്ട്. It's very clearly mentioned that Isaiah is a kingly prophet. രാജകൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ യെശയ്യാവിന് നന്നായി അറിയാം. He knows everything that's happening in the kingdom there. അതെ, രാജകൊട്ടാരത്തിൽ പല സമിതികളുണ്ട്, ഗ്രൂപ്പുകൾ, സമിതികളുണ്ട്. There are a lot of groups in the palace or in the kingdom. രാജാവിന് ഭക്ഷണമേശ ഒരുക്കുന്ന ഒരു സമിതി. There is one group of people who kind of serve food to the king. രാജാവിന് പാനപാത്രം ഒരുക്കുന്ന വേറൊരു സമിതി. You have a person who is a cupbearer. രാജാവിന് ഉപദേശം കൊടുക്കുന്ന ഒരു ഉപദേശ സമിതി. There are advisors in the kingdom. അതെ, ഒരുപാട് സമിതികളുണ്ട്. പ്രധാനപ്പെട്ട ഒന്നുകൂടെ ഞാൻ പറയാം. അവൻ ഗായക സംഘം എന്നുള്ള പാട്ടുപാടുന്ന ഒരു സമിതി കൊട്ടാരത്തിലുണ്ട്. There is also a group of people who constantly sing in the king's palace. ഭരണകാര്യങ്ങളിൽ രാജാവ് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഈ ഗായക സംഘത്തെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കും. So whenever the king is troubled in his spirit, he will invite the choir to come and sing for him. അവരുടെ മനോഹരമായ ഗാനങ്ങൾ ആസ്വദിച്ച് രാജാവിന്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനിടയാകും. So when they kind of sing beautiful songs, it will be able to soothe and give a solution to the king's problems. അതെ, പാട്ടിന് അന്നും ഇന്നും വലിയ പ്രാധാന്യമുണ്ടല്ലോ. There is great significance in singing and praising God even then and even today. ഭക്തന്മാർ എഴുതിയ ആത്മീയ ഗാനങ്ങൾ ഇന്നും ദൈവത്തിന്റെ സഭയിൽ ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. Praise God for those saintly songs which were written, which is able to revive us spiritually even today. അവൻ പ്രവചനം പോലെ, വെളിപ്പാട് പോലെ, ദർശനം പോലെ ഗാന ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ ഇന്നും കഴിയും. Like through prophetic messages and through the word of God, even today through songs and hymns, we will be able to enjoy in our spirit. അങ്ങനെ ഗായക സംഘം, അന്നത്തെ ഗായക സംഘം ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ ഇന്നത്തെ പോലെ ഉള്ളതല്ല. They did not use the similar instruments that we use today. അന്ന് അവർ ഉപയോഗിക്കുന്ന അതേ ഗാന ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓടക്കുഴലാണ്. ഓടക്കുഴൽ. So those days, one of the most important instruments that they used was a reed or a bamboo reed or a flute. ഈ ഓടക്കുഴലിൽ കൂടെ മനോഹരമായ ഗാനങ്ങൾ അവൻ ഗായക സംഘം പാടും. ആ ഗാനം കേട്ട് രാജാവിന്റെ ടെൻഷൻ എല്ലാം കുറയും. So when there's beautiful songs, it used to help and comfort the king. അവൻ കാലക്രമേണ ഈ ഓടക്കുഴൽ ഉപയോഗിച്ച് ഇതിന്റെ അഴക്, ഇതിന്റെ ഭംഗി കുറയാൻ സാധ്യതയുണ്ട്. The flute will lose its external beauty as it's being used over and over. കൂടാതെ ഈ ഓടക്കുഴലിന് അവൻ ചതവുകൾ അല്ലെങ്കിൽ അവൻ കേട് സംഭവിക്കുവാനും സാധ്യതയുണ്ട്. It's also possible that this reed or a bamboo reed can be destroyed. അഴക് കുറഞ്ഞ ഓടക്കുഴൽ രാജകൊട്ടാരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. You cannot use something that's lost its beauty in the palace. കേടുപറ്റിയ ഓടക്കുഴൽ രാജകൊട്ടാരത്തിൽ ഉപയോഗിക്കുവാൻ പാടില്ല. If it has got some defects, you cannot use it in the palace. ശ്രദ്ധിച്ചാണ് അതുവരെ ഈ ഓടക്കുഴൽ ഉപയോഗിച്ച ആ വ്യക്തി അവൻ ഇതിന് കേടുപറ്റുമ്പോൾ, ചതയുമ്പോൾ നിർദ്ദാക്ഷിണ്യം ഇത് ഓടിച്ച് അവൻ പുറത്തേക്ക് വലിച്ചെറിയും. The person who's using this bamboo reed, when it is bruised and hurt, he will destroy it and throw it out. ഈ സംഭവം പ്രവാചകനായ യെശയ്യാവിന് അറിയാം. This is known to the prophet Isaiah. ഈ സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, മനുഷ്യൻ ഈ ഓടക്കുഴൽ ഉടച്ചു കളഞ്ഞാലും നീ ഒടിച്ചു കളയുന്നവനല്ല. So keeping this background, he says, prophet Isaiah says that you are a God who will not just break it and throw it away. ദൈവമേ, നീ ചതഞ്ഞതിനെ ഒടിക്കാത്ത ദൈവമാ. ഹല്ലേലൂയ. God, you are a God who does not destroy something that's bruised. ലോകം ചതഞ്ഞതിനെ ഒടിക്കും. The world will throw away things that's bruised. വീട്ടുകാരും കൂട്ടുകാരും ചതഞ്ഞതിനെ ഒടിക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. Family members and relatives will throw away things ദൈവമേ, that's നീ ചതഞ്ഞതിനെ ഒടിക്കാത്ത ദൈവമാണ്. You are a God who does not throw away things that are bruised. ജീവിതത്തിൽ എത്ര ചതവുകൾ, അവൻ കേടുപാടുകൾ
When the king is taking over power in the kingdom, there are certain things that he does. രാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആദ്യ ദിവസം, ഉദ്ഘാടന ദിവസം, ആ രാജാവ് ചില കാര്യങ്ങൾ ചെയ്യും. There are certain things that the king does when he takes over the throne officially. അതിലൊന്ന് ദേശത്തിലെ പ്രധാനികളെ വിളിച്ച് ഒരു മൃഷ്ടാന ഭോജനം, ഒരു ഭക്ഷണം ക്രമീകരിക്കും. So he will invite all the prominent people in that particular kingdom and offer them a meal. രണ്ട്, ദേശത്തിലെ മൂപ്പന്മാരെ വിളിച്ച് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും. So he will call the elders of that kingdom and give them gifts and offerings. മൂന്ന്, അന്നുവരെ തടവിലായിരിക്കുന്ന ചിലർക്ക് വിടുതൽ പ്രഖ്യാപിക്കും. So there will be some who are imprisoned who will be released on that particular day. ഇങ്ങനെ പല കാര്യങ്ങൾ രാജാക്കന്മാർ അവരുടെ സ്ഥാനം ഏറ്റെടുക്കുന്ന ആദ്യ ദിവസം ചെയ്യാറുണ്ട്. So when he comes into power and he takes over the throne, there are certain important things that they do. ഓ, എന്നാൽ ദാവീദ് എന്ന രാജാവ് തന്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന ആദ്യ ദിവസം മേൽ പറയപ്പെട്ട ഒന്നുമല്ല ചെയ്യുന്നത്. But when King David became king, he did not do any of these things. ഓ, ദാവീദ് രാജാവ് പറഞ്ഞു, എനിക്ക് ആരോടെങ്കിലും ദയ തോന്നണമെന്ന് ആഗ്രഹമുണ്ട്, അതെന്റെ ശത്രുവായ സൗലിന്റെ കുടുംബത്തിലുള്ള ഒരാളോടാണ്. There is anything that I need to be concerned about. It is the King Saul and his family. ഓ, സൗലിന്റെ കുടുംബത്തിൽ എനിക്ക് ദയ തോന്നാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് പ്രഖ്യാപിച്ചു. So he made an announcement. Is there anybody who is joining me in kind of showing sympathy towards the family of Saul? അവൻ പട്ടാളം മുഴുവനും അവൻ ദാവീദിന്റെ മുൻപിലുണ്ട്. He has the entire army with him. എല്ലാവരും തമ്മിൽ നോക്കുകയാണ്. Each one looking at each other. ആർക്കും ഒരു പിടികിട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. They are not able to understand the എന്നാൽ situation. ഒരു പട്ടാളക്കാരന് മനസ്സിലായി, ഒരുവൻ ഉണ്ടെന്ന് അവന് മനസ്സിലായി. But here there was one soldier who realized there was one ആ person. വ്യക്തിയെ കുറിച്ച് എങ്ങനെ ദാവീദിനോട് അവൻ പരിചയപ്പെടുത്തുമെന്ന് ഓർത്ത് അവൻ വേദനപ്പെട്ട് നിൽക്കുകയാണ് ആ പട്ടാളക്കാരൻ. He was very concerned about how he is going to present this to King David. Praise the Lord. Hallelujah. അവൻ എന്നിട്ടും മെല്ലെ മെല്ലെ ദാവീദിന്റെ സ്ഥലത്തേക്ക് ആ ജനക്കൂട്ടം, പട്ടാളക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ദാവീദിന്റെ അടുക്കലേക്ക് അവൻ മന്നം വരികയാണ്. He is slowly walking towards King David. എങ്ങനെ ദാവീദിനോട് അവനെ കുറിച്ച് പ്രസന്റ് ചെയ്യും, എങ്ങനെ ചെയ്യാതിരിക്കും, രണ്ടിനാൾ കരകി അവൻ വരികയാണ്. He is very confused how he would present this person to him or how he would not be able ഓ, to. ആ പട്ടാളക്കാരൻ ദാവീദിനോട് പറഞ്ഞു, രാജാവേ, ഇനി ഒരുവനുണ്ട്. He said that there is one person. അവൻ രണ്ടു കാലും മുടന്നുള്ളവനാണ്. He is a lame person. അവന്റെ പേര് മെഫീബോശത്ത് എന്നാണ്. His name is Mephibosheth. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എങ്ങനെ ദാവീദ് രാജാവിനോട് ഇവന്റെ കാര്യം പറയുമെന്ന് അവൻ സമ്മോഹപ്പെട്ടുവെന്ന്. അതിന് കാരണം ഇവൻ രണ്ടു കാലും മുടന്നുള്ളവനാണ്. His concern that he was not able to talk about this person was because he's lame. മുടന്തനെ എങ്ങനെ രാജാവിന് മുമ്പിൽ പരിചയപ്പെടുത്തും? How could I present this lame person before you? പക്ഷേ രാജാവിന്റെ പ്രഖ്യാപനത്തിന് മുമ്പിൽ ആ പട്ടാളക്കാരൻ അത് ചെയ്തു. Before this announcement, he decided to do so. ഓ, ദാവീദ് പ്രഖ്യാപിച്ചു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. He be brought to him. മാത്രമല്ല, നിത്യം എന്ന മേശമേൽ നിന്ന് അവൻ ഭക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. He should have his food every time throughout his life from my table. ഒന്ന് ശ്രദ്ധിച്ചേ, രാജാവിന്റെ ഭക്ഷണമേശ അനുഭവിക്കുന്നവർ രാജതുല്യരായ ആൾക്കാരാണ്. That those who are able to dine with the king are equivalent to him. അവൻ അടുത്ത രാജ്യത്തിലെ പ്രമുഖന്മാരും രാജാക്കന്മാരും അവൻ ഇങ്ങനെ ഉന്നതന്മാരിരിക്കുന്ന ഒരിടമാണ് രാജാവിന്റെ ഭക്ഷണമേശ. The table where the king dines is meant for prominent people and people of equal stature. ആ മേശയുടെ അരികിൽ ഒരു മുടന്തൻ ഇരുന്ന് ഭക്ഷിക്കുന്നത് കാണാൻ അവൻ ഈ രാജാവ് ഇഷ്ടപ്പെടുന്നില്ല. So he does not prefer to have someone who is lame to be part of the table. അങ്ങനെ ആയാൽ മറ്റ് രാജാക്കന്മാർ പറയും, ദാവീദിന്റെ രാജ്യത്തിൽ എല്ലാവരും മുടന്തന്മാരാണെന്ന്. If at all that happens, the other prominent people and kings would say that everyone in David's kingdom is lame. ഓ, ദാവീദ് അത് ശ്രദ്ധിക്കില്ല, ദാവീദ് അത് ഗൗനിച്ചില്ല. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. He did not pay attention or pay heed to that. He said he should be brought to him. ശ്രദ്ധിച്ചാണ്, ഭക്ഷണമേശയുടെ അരികിൽ അവൻ മറ്റ് പ്രമുഖന്മാരോട് കൂടെ മെഫീബോശത്ത് എന്ന മുടന്തനും ഇരിക്കുകയാണ്. This lame person is also sitting with him on the dining table. ഒന്ന് ശ്രദ്ധിക്കണേ, ഭക്ഷണമേശ അവൻ സങ്കല്പം ഇവിടം വരെ ഇങ്ങനെ ഭക്ഷണമേശ ഇരിക്കുകയാണ്. Suppose let's presume that the dining table is here in front of you. എന്റെ കാലുകളാണ് മുടന്നുള്ളത്. My legs are, I'm lame. മെഫീബോശത്ത് രാജകുമാരനാണ്. അവന് ആരം മുതൽ മുകളിലോട്ട് നോക്കിയാൽ സുമുഖനാണ്. He's got a princely look. അവനൊരു മുടന്നുണ്ടെന്ന് ഈ ഇരിക്കുന്നവർക്ക് ആർക്കും അറിയാൻ
പറ്റില്ല. Nobody will be able to realize that he is lame from his കാരണം birth. കാരണമുണ്ട്. ഈ മേശയുടെ താഴോട്ടുള്ള ഭാഗത്താണ് എന്റെ മുടന്തുള്ള കാലിരിക്കുന്നത്. Because his feet cannot be seen, his limbs cannot be seen. ചുറ്റുപാടിരിക്കുന്നവർക്ക് എന്റെ മുടന്തായ കാല് കാണാൻ പറ്റില്ല. ആരം മുതൽ മുകളിലോട്ട് അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. Other people are only able to see his upper body. ഹല്ലേലൂയ. കൂട്ടായ്മയുടെ മേശയാണ് നമ്മുടെ മുടന്തിനെ മറയ്ക്കുന്നത്. ഹല്ലേലൂയ. It is a fellowship table that covers our weaknesses. ഒത്തിരി മുടന്തുകൾ ഉണ്ടായിട്ടും നമ്മെ തകർത്ത് കളയാതെ പ്രാർത്ഥിക്കുന്നതിന്റെ ആരാധിക്കുന്നതിന്റെ കൂട്ടായ്മയുടെ നിന്റെ ദൈവം സൂക്ഷിക്കുന്ന വിധം അതൊക്കെ വലിയ കൂട്ടായ്മയുടെ ശക്തി. The fellowship that kind of covers the weaknesses that we have. Hallelujah! Hallelujah! അവൻ പെന്തക്കോസ്തുകാരെ ഒരു കാലത്ത് അറിയപ്പെട്ടത് അവൻ കൂട്ടായ്മക്കാരെന്നാണ്. Once upon a time, the Pentecostals were known as people of fellowship. അവരുടെ ബലം